ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മസാല ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ 2 ലെഗ് പീസാണ്. ഇത് ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിക്കൻ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മാരിനേഷൻ ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വരും. നാരങ്ങയ്ക്ക് പകരം വിനാഗിരി ഉപയോഗിക്കാം. ഇനി ഇത് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഈ മഞ്ഞളും ഉപ്പും നാരങ്ങയും ഒക്കെ ചിക്കനിലേക്ക് നന്നായി പിടിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മസാല ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കുടം വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് മല്ലിയിലയാണ്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഓയിലുള്ളത് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് വെളുത്തുള്ളി എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്നും ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പച്ചമുളകൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വഴറ്റിയ ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഒരു 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും. അത് ചിക്കനിലേക്ക് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മസാലകളൊക്കെ ചിക്കന് നന്നായി പിടിച്ച് കിട്ടുന്നതിനും ചിക്കനൊന്ന് നന്നായി വെന്ത് കിട്ടുന്നതിനും വേണ്ടിയാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി.
ഇനി ഞാൻ തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇനി ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇടുന്നുണ്ട്. ചിക്കൻ മസാല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ച് കിട്ടണം. ഇപ്പം ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ മസാലയുടെ മണം അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ മസാല ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ചിക്കനിൽ മാത്രമായിരുന്നു ഉപ്പിട്ട് കൊടുത്തിരുന്നത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വീണ്ടും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ നന്നായി വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ ചിക്കനിൽ നന്നായി പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കാം. ഉപ്പ് കറക്റ്റാണ്, പുളിയുണ്ട്, എരിവുമുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ നുള്ള് പഞ്ചസാര കൂടി ഈ ചിക്കൻ ഫ്രൈയിലേക്ക് വിതറി കൊടുക്കാം. ഇതൊരു ചെറിയൊരു ഡിപ്പാണ്. ഇങ്ങനെ വിടുമ്പോൾ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുരുമുളകോ മറ്റ് മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്